തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. കൂടെയുള്ളത് കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സഹാബാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ഇത്തവണത്തെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. എന്താണ് വേങ്ങരയിലെ സാഹചര്യം? മത്സരം ആകുന്നല്ലേ ഉള്ളൂ, നിയമസഭാ ഇലക്ഷൻ വരുന്നേ ഉള്ളൂ. ആരും തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയുന്ന വിവരങ്ങൾ. ഇത്തവണ മത്സരിക്കുമോ? അതിപ്പോൾ എങ്ങനെ പറയുക, അതാ സമയം വരണ്ടേ, സമയമാവട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. പിന്നെ ഞാനൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കണേ, അതിൻ്റെ ഒരു സഹയാത്രികനായിട്ട്. ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടല്ലേ? അതിന് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ പാർട്ടിയാണ് തീരുമാനിക്കുക ആര് സ്ഥാനാർത്ഥിയാണം, ആര് എവിടെയൊക്കെ ആണെന്നൊക്കെ. അത് ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നതാണ് അതിൻ്റെ തീരുമാനങ്ങൾ. മറ്റൊരു ചോദ്യം, പ്രധാനമായി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാനുള്ള ഒരു താല്പര്യം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വേങ്ങരയിൽ വികസനങ്ങൾ വളരെ മോശമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, വേങ്ങരയിൽ എന്ന് പറഞ്ഞാൽ കുറേ കാലഘട്ടം, ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ 82 മുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് മുതൽ തന്നെ കുഞ്ഞാലൂർ സാഹിബ് ഇവിടെ വേങ്ങരയിൽ MLA. നിങ്ങൾ വേങ്ങര കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തു പറയാവുന്ന ഞങ്ങൾ ബ്ലോക്ക് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന സാധനമാണ് ബ്ലോക്ക്. അതെന്ന് പറഞ്ഞാൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായി കോളേജില്ല, സ്കൂളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥിതി അതായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ പ്രധാനമായിട്ടും അന്നൊരു പ്രയാസം ഉണ്ടാക്കിയത് പറഞ്ഞാൽ 2011 UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 കോളേജ് കൊണ്ടുവന്നിരുന്നു. മണ്ഡലങ്ങളിലെ കോളേജില്ലാത്ത, ഗവൺമെൻറ് കോളേജ് ഇല്ലാത്തടത്തൊക്കെ കോളേജ് കൊണ്ടുവരണം എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്ന് അങ്ങനെ 5 കോളേജ് വന്നു. ഈ കേരളത്തിൽ 4 മണ്ഡലത്തിലും സർക്കാർ തലത്തിൽ കോളേജ് കൊണ്ടുവന്നു. വേങ്ങരയിൽ മാത്രം സ്ഥലമില്ല, കാരണം 5 ഏക്കർ സ്ഥലമില്ല എന്ന് പറഞ്ഞ്, അതും വലിയ ധനാഢ്യനായ, അതുകൊണ്ട് തന്നെ നല്ല ഭൂസ്വത്തൊക്കെ ഉള്ള കുഞ്ഞാലി സാഹിബിന് പോലും ഒരു 5 ഏക്കർ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള സങ്കടമല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ മൂപ്പര് അദ്ദേഹം ഈ കോളേജ് ഒരു സ്വകാര്യ ട്രസ്റ്റായിട്ട് മാറ്റി. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സ്വകാര്യ ട്രസ്റ്റാണെന്ന് എനിക്ക് ആരക്കയിലുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഒരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലായി അത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, കാരണം ഇവിടെ എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പഠിച്ച് PSMO കോളേജാണ്. അതൊരു പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ പോലും കോഴയൊന്നും വാങ്ങാതെ എല്ലാം സുതാര്യമായി നടക്കുന്നത്. ബാക്കിയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ലക്ഷങ്ങൾ കോഴ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു സീറ്റിന്, സ്കൂൾ സീറ്റിന് വരെ പൈസ കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെ സ്വകാര്യ സ്കൂളുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാൻ തന്നെ ഇടപെട്ട കുറേ കേസുകൾ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ SLCക്കൊക്കെ നമ്മൾ A+ കിട്ടിയ കുട്ടിക്ക് വരെ പൈസ കൊടുക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അതൊന്നും ഗവൺമെൻറ് തലത്തിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനൊക്കെ പഠിക്കാൻ കഴിയും, വലിയ ഉപകാരം. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് അന്നുണ്ടായത്. അത് ചെറിയൊരു അദ്ദേഹവുമായിട്ടൊരു സംസാരിച്ചപ്പോൾ ചെറിയൊരു എനിക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് അദ്ദേഹം പെരുമാറിയത്. അപ്പോൾ ഏതായാലും നമ്മളൊരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് നിന്നത്. പക്ഷെ അത് ജനം വളരെ 10 ദിവസം കൊണ്ടാണ് അന്ന് 11,200 വോട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പൊതുവേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, ഈ ഫുട്ബോളും അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്തപ്പോഴാണ് ഒരു എന്താ പറയുക, ഞങ്ങൾ വേങ്ങരക്കാരുടെ ഭാഷ പറഞ്ഞാൽ കോട്ടിക്കളി കളിക്കാൻ പോലും ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വേങ്ങര. ഞാൻ പഠിച്ച് വേങ്ങര ഗവൺമെൻറ് ഹൈസ്കൂൾ. ഇപ്പോഴും ആ സ്കൂളിൽ ഒരു ഗ്രൗണ്ടില്ല. ഇവിടെ എല്ലാ സ്കൂളും, വേങ്ങര ഗേൾസ്, ബോയ്സ്, കൂറുക സ്കൂൾ, ഏത് സ്കൂൾ നോക്കി, എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഇവരൊക്കെ ഉടമസ്ഥയിലുള്ള സ്കൂളിന് പോലും ഗ്രൗണ്ടില്ല. അപ്പോൾ ഗ്രൗണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തെ പൊതുജനങ്ങൾക്കൊന്നും ഇരിക്കാനോ ഒന്നിനും സ്ഥലമില്ല. ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കാണാം സഭാ സ്ക്വയർ. നമ്മളൊരു മനസ്സിൽ വന്നൊരു സാധനം, ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ്, സ്പോർട്സിനൊക്കെ. അപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യത്തോടു കൂടി ഉണ്ടാക്കിയപ്പോൾ ജനം അത് വലിയ രൂപത്തിൽ ഏറ്റെടുത്തു. ഒന്നുമില്ലാത്തൊരു സ്ഥലം. നിങ്ങളതാ പറയാം, നിങ്ങൾക്ക് വേങ്ങര എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേരളക്കാർക്ക് കേൾക്കുമ്പോൾ വലിയ പൈസക്കാരെന്ന്, സ്റ്റാർ മണ്ഡലം എന്നൊക്കെ പരിവേഷം, സ്റ്റാർ പരിവേഷം നമുക്ക് ചിത്രത്തിൽ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഇപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലക്കാണ് അന്ന് ഞാൻ മത്സരിച്ചതും ജനം ഏറ്റെടുത്തു. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു സാധാരണ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഇവിടുത്തെ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്ന ഒരാൾ ഇത്തവണ മത്സരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നിലുണ്ടാവും അല്ലേ? ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലല്ലോ അത്. കാരണം എന്തായാലും ഞാനൊരു ഇടതുപക്ഷത്തിൻ്റെ, കാരണം ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ഞാൻ എന്ത് ചെയ്യും, അതിന് കൂടെ ഉണ്ടാവും. അത് യാതൊരു സംശയവും ഇല്ല. ആര് സ്ഥാനാർത്ഥിയാക്കിയാലും. ഇപ്പോൾ കഴിഞ്ഞതിൽ വസീഫായിരുന്നു നമ്മളെ ലോക്സഭാ സ്ഥാനം. ഞാൻ ആദ്യം വസീഫ് ഈ മണ്ഡലത്തിലേക്ക്, വേങ്ങരയിലേക്ക് കാലുകുത്തി കഴിഞ്ഞാൽ പോകുന്നത് വരെ ഞാൻ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെയും. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലാണെങ്കിലും എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അവരൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും ചീത്ത പറയുന്ന രൂപത്തിലൊന്നും ഞാൻ പോകലുമില്ല. ഞാൻ നാട്ടുകാർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റും അതിലൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു തെളിവ് എനിക്ക് ഇവിടെ കാണിക്കാൻ സഭാ സ്ക്വയർ. അതന്നെ. എന്തായാലും
സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ വ്യക്തത നൽകുന്നില്ല. എന്തായാലും ആര് സ്ഥാനാർത്ഥിയായാലും കൂടെ ഉണ്ടാവും, LDFിൻ്റെ പിന്തുണ കൂടെയുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.